മേരാ യേശു യേശു വീഡിയോകളിലൂടെ പ്രശസ്തനായ പഞ്ചാബിലെ പാസ്റ്റർ ബജീന്ദർ സിംഗിനെതിരെ ലൈംഗിക അതിക്രമ കേസ്. അത്ഭുത രോഗശാന്തി നൽകുമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇയാൾ ലോകമെമ്പാടുമുള്ള 260 പള്ളികളുടെ അധ്യക്ഷനാണെന്നാണ് പറയുന്നത്. എന്നാൽ പഞ്ചാബ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നിലവിൽ ലൈംഗിക പീഡന കേസിലെ പ്രതി മാത്രമാണ്. ഇതുവരെ കീഴടങ്ങാത്ത ഇയാൾ പറയുന്നത് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ് എന്നാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് 42-കാരനായ സിംഗിനെതിരെ കപൂർത്തല സിറ്റി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. 22-കാരിയുടെ പരാതിയിലാണ് കേസെടുത്തത്. ജലന്ധറിലെ താജ്പൂർ ഗ്രാമത്തിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഗ്ലോറി ആൻഡ് വിസ്റ്റത്തിന്റെ തലവനായ സിംഗിനെതിരെ ലൈംഗിക പീഡനം, പിന്തുടരൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 16-17 വയസ്സുള്ളപ്പോഴാണ് താൻ ആദ്യമായി ഇദ്ദേഹത്തിന്റെ പള്ളിയിൽ പോകാൻ തുടങ്ങിയതെന്നും വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. യുവതിയുടെ മൊബൈൽ നമ്പർ വാങ്ങി പാസ്റ്റർ മെസ്സേജുകൾ അയക്കുകയും പതിവായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് മാതാപിതാക്കളോട് പറയാൻ യുവതിക്ക് ഭയമായിരുന്നു. ഞായറാഴ്ചകളിൽ യുവതിയെ പള്ളിയിലെ ക്യാബിനിൽ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി കെട്ടിപ്പിടിക്കുകയും സ്പർശിക്കുകയും ചെയ്തിരുന്നതായി പരാതിക്കാരി പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. ഹരിയാനയിലെ യമുന നഗറിലെ ഒരു ഹിന്ദു ജാട്ട് കുടുംബത്തിലാണ് സിംഗ് ജനിച്ചത്. ഏകദേശം 15 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതക കേസിൽ ജയിലിലായിരിക്കെ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. 2012-ൽ ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം താജ്പൂർ പള്ളി സ്ഥാപിക്കുന്നതിന് മുൻപ് മൊഹാലിയിൽ പ്രസംഗങ്ങൾ നടത്തി സുവിശേഷ പ്രാസംഗികനായി. താജ്പൂർ ചർച്ചിന് ഇപ്പോൾ പഞ്ചാബിൽ 23 ശാഖകളുണ്ടെന്നും കാനഡ, ദുബായ്, UK എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്ത് നിരവധി ശാഖകളുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവാചകനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബജീന്ദർ സിംഗിനെ പാപ്പ എന്നാണ് അനുയായികൾ വിളിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദവുമുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റഗ്രാമിലും റീലുകളിലും വ്യാപകമാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ യോഗങ്ങളിൽ പലപ്പോഴും വേദിയിൽ അത്ഭുതങ്ങൾ കാണിക്കാറുണ്ടെന്നാണ് ഭക്തർ അവകാശപ്പെടുന്നത്. 3.74 ദശലക്ഷം സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബ് ചാനലും ഇയാൾക്കുണ്ട്. മേരാ യേശു യേശു എന്ന ഗാനം ആലപിക്കുന്ന അദ്ദേഹത്തിന്റെ നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. HIV പോലുള്ള മാരക രോഗങ്ങൾ സുഖപ്പെടുത്തിയതായി സിംഗ് അവകാശപ്പെടുന്നു. കൂടാതെ ഉമയായവർ സംസാരിച്ചതായും പറയുന്നു. സിനിമാ താരങ്ങളുമായി അടുത്ത ബന്ധമുള്ള സിംഗിന്റെ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്ത ഭാഗ്യമായി കരുതുന്നതായി ജയപ്രദ, അർബാസ് ഖാൻ, തുഷാർ കപൂർ, ചങ്കി പാണ്ഡെ, ആദിത്യ പഞ്ചോളി തുടങ്ങിയവർ പറയുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം നിരവധി കേസുകളിൽ പ്രതി കൂടിയാണ് സിംഗ്. 2018-ൽ ബലാത്സംഗ കേസിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ലണ്ടനിലേക്ക് പറക്കുന്നതിനിടെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. മൊഹാലി കോടതിയുടെ പരിഗണനയിലായിരുന്നു ഈ കേസ്. അടുത്തിടെ അദ്ദേഹത്തിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. 2021-ൽ ഒരു ആൺകുട്ടിയെ അന്ധവിശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിച്ചുവെന്നാരോപിച്ച് ദേശീയ ബാലാവകാശ കമ്മീഷൻ സിംഗിനെതിരെ രംഗത്തെത്തിയിരുന്നു. 2022-ൽ ക്യാൻസർ ബാധിച്ച മകളെ ചികിത്സിക്കാൻ സിംഗ് പണം വാങ്ങിയതായും ഡൽഹിയിലെ ഒരു കുടുംബം ആരോപിച്ചിരുന്നു. പിന്നീട് ഈ കുട്ടി മരിക്കുകയും ചെയ്തു. 2023-ൽ ആദായ നികുതി വകുപ്പ് സിംഗിന്റെ പള്ളിയിൽ റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തു. സംഭാവനകളിൽ നിന്നും എണ്ണകൾ, സോപ്പുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെയാണ് പള്ളിക്ക് വരുമാനം ലഭിക്കുന്നതെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചകളിലുമാണ് പള്ളിയിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കാറുള്ളത്. രോഗശാന്തി തേടി ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്.